ഹായ് 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 ചെങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏതാണ്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒന്നുമില്ല. അതായത് ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിട്ട് ചെയ്യാതിരുന്നതല്ല. ഒന്നുള്ളത് പിന്നെ ചുമയായിരുന്നു. ചുമ എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഏറെ ചുമ വരുന്നൊരു വിഷയം. അപ്പോൾ അതുകൊണ്ട് അതായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. ചുമയാണല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് ദിവസം ക്യാമറ അല്ലാതെ, ക്യാമറ എന്ന് പറയുമ്പോൾ അത് ഞാൻ അതിൽ ഇതും ശ്രദ്ധിക്കണം, ഓട്ടോ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ക്യാമറ അല്ലാതെ കുറച്ച് ദിവസം ഓടാം എന്ന് കരുതിയിട്ടാണ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ഇവിടെ 8:40. ചായ കുടിക്കണം, ഇറങ്ങണം. ഇന്നത്തെ പരിപാടി അങ്ങനെയൊക്കെയാണ്. അപ്പം ഉണ്ട്, മുട്ട റോസ്റ്റ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഹായ്, എന്താ ഉണ്ട്? എന്താണ് നോക്കട്ടെ കൊണ്ട്? അവിടെ വന്നിട്ട് കുത്തിയാ തരുമെന്ന്. ആ, കയ്യിന് കുത്താ. മുല്ലപ്പൂ ധാരന്ന് എവിടുന്ന് കിട്ടി? ചെടിമന്ന് കിട്ടിയതാ? മുല്ലപ്പൂവിന്റെ ചെടിമന്നോ? മാണുണ്ടത്? നല്ല മണമുണ്ട് കേട്ടോ സാധനം ഇവിടെ. വെച്ചോ, ചായ കുടിക്കല്ലേ? എന്നാ പോര് ചായ കുടിക്ക. വണ്ടി ഇതവിടെ കിടക്കണ, ഇതും ഇതവിടെ കിടക്കുന്നു, ഇവനും ഇതവിടെ കിടക്കുന്നു. എന്താ പറയുക, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. നല്ല വെയിലുള്ളൊരു കാലാവസ്ഥ, നല്ലൊരു കാലാവസ്ഥ. ഓണക്കാവാറായില്ലേ, പൂക്കളൊക്കെ പൂത്ത് തുടങ്ങി. അതിനെ ഞങ്ങളവിടെ ഓണപ്പൂ എന്ന് പറയും. അങ്ങനത്തെ പൂക്കളൊക്കെ വസന്തം വന്നെത്തി. അതിന് ചായ കുടിക്കട്ടെ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. ഇന്നത്തെ ദിവസം എങ്ങനെയാവും എന്ന് പറഞ്ഞാൽ, ഇത്രയും ദിവസത്തെ ഓട്ടം പറയുകയാണെങ്കിൽ വലിയ മോശമില്ലാത്ത ഓട്ടമായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ പറയുക, വീഡിയോ എടുക്കണമെന്ന് മോശമാവുകയാണ് ഇപ്പോൾ പല ദിവസവും. സ്റ്റാർട്ടായി. പിന്നെ ഇറങ്ങാൻ വേണ്ടി പോവാണ് മക്കളെ, ഇറങ്ങാൻ വേണ്ടി പോവട്ടെ. ടാറ്റാ. മറവിലാണ്, വണ്ടിന്റെ ഫ്രെയിമിന്റെ മറവ്. വണ്ടിന്റെ ഫ്രെയിമിന്റെ മറവുണ്ട്. ഒരുപാട് ആളുകളാണ് എനിക്ക് മെസ്സേജ് അയച്ചതും അതുപോലെ തന്നെ നേരിൽ കാണുമ്പോ എന്ത് പറ്റി വീഡിയോ എന്നുള്ളത് അന്വേഷിക്കുന്നതൊക്കെ. എന്താ പറയാ, നിങ്ങളോടൊക്കെ എന്നും സ്നേഹം മാത്രമാണ്. ഞാൻ വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം പ്രത്യേകിച്ചൊരു കാരണം, വലിയൊരു കാരണമൊന്നുമില്ല. കുറച്ച് ദിവസം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്ന് കരുതി, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ ചുമ, സംസാരിക്കുമ്പോ ചുമ കയറി വരുന്നതൊക്കെ ഇപ്പൊ ഒക്കെ ക്ലിയർ ആയി. ഇപ്പൊ വീട്ടിലെല്ലാവർക്കും ആരോഗ്യപരമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇപ്പൊ എല്ലാം കൊണ്ട് ഓക്കെയാണ്. അപ്പോ എന്താ പറയാ, നമുക്ക് നമ്മളുടെ വീഡിയോ കാണുന്ന പല ആളുകളും അറിഞ്ഞിട്ടില്ല വീഡിയോ എന്തുകൊണ്ട് നിർത്തി എന്നുള്ളത്. കുറച്ച് ദിവസത്തിന് ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചാണ്. അതെല്ലാവരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് ദിവസമായി നിങ്ങൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് ഇതൊക്കെ കണ്ടോളി. ഭയങ്കര വൃത്തിയിലായിരുന്നു കാണാൻ. മഴയൊന്നുമില്ല, മഴ നല്ല മഴ. ചെക്കന്മാർ രാവിലെ തന്നെ മീൻ പിടിക്കാൻ പറ്റായിരുന്നു. രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ 9 മണിക്ക് ഇപ്പോൾ 5 മിനിറ്റ് ഉണ്ട്. സുന്ദരമായ നാട്. 9 മണിക്ക് 5 മിനിറ്റുള്ള നേരത്തെ അവന്മാർ ചൂണ്ടയിടാൻ. അന്ന് ഞായറാഴ്ച കേട്ടാ, രാവിലെ തന്നെ പറയാം, സ്കൂളില്ല. പിന്നെ അതിന് പറ്റിയ ചൂണ്ടയിടാനൊക്കെ പറ്റിയ കാലാവസ്ഥയാണ് രാവിലെ തന്നെ. അടിപൊളി ദിവസമാണ്, അടിപൊളി ഓട്ടാകാവും. ഞാൻ ഇന്നലെ 1200 രൂപയ്ക്കാണ് ഓട്ടോ ഓടിയത്. ഇന്നിപ്പോ ഇനി എത്ര രൂപയ്ക്ക് ഓടുന്ന അറിയില്ല. കാരണം ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു ടൗണില്. നല്ല ബ്ലോക്ക്, തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ജഗ പോകുകയായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇന്ന് മിക്കവാറും വലിയൊരു കളിയൊന്നും ഉണ്ടാവില്ല. ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമ്മൾക്ക് എന്തെങ്കിലും ലക്ക് കിട്ടിയെങ്കിലുള്ളൂ. പിന്നെ അത് മാത്രല്ല, എന്താ പറയാ, ഈ ഒരു ഗ്യാപ്പിനിടയിൽ എന്നെ കാണാനായിട്ട് കുറച്ച് പേര് വന്നായിരുന്നു. കുറച്ച് പേര് എന്ന് പറഞ്ഞാൽ ഒരു 3-4 പേരൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ ഓരോ മുട്ടായിയൊക്കെ ആയിട്ട് വന്നവര് ആണ്. എന്താ പറയാ, അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ്.
തീർച്ചയായിട്ടും വീഡിയോകൾ വരും. നമ്മളുടെ യാത്ര നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കരുതുന്നത്. അതിനിടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഏർപ്പെടുമെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലൊക്കെ നമ്മൾക്ക് ആത്മവിശ്വാസം കിട്ടിയിട്ട് വേണം. ഫുള്ള് നെഗറ്റീവാണ് നടക്കുന്നത്. അതിൽ നിന്ന് പോസിറ്റീവ് ഞാൻ ഒന്ന് രണ്ടെണ്ണൊക്കെ മുന്നിൽ പൊറുക്കിയെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെയെങ്കിൽ എന്റെ വണ്ടൂരങ്ങാടിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. അങ്ങാടിയിൽ ഒരു ഒഴിവ് കാണുന്നുണ്ട്. ഇന്നലെയൊക്കെ ഭയങ്കര തിരക്ക്, ഇന്ന് ഭയങ്കരമായിട്ട് ഒഴിവുണ്ട് അങ്ങാടിയിൽ. അപ്പൊ ഞാനിവിടെ ഒരു CNG വണ്ടിയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അതിന്റെ ബാക്കിൽ ഇവിടെ നമുക്ക് ചാർത്താം. നമ്മൾ കറക്റ്റ് 9 മണിക്ക് ഒരു 4 മിനിറ്റ് 4 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു 5-മത്തെയോ അല്ലെങ്കിൽ 6-മത്തെയോ വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ട്. ഡീസൽ അടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ നമുക്ക് ഇങ്ങനെ പയ്യെ ചെയ്യാം. കാരണം ഡീസൽ തീരല്ലേ. അയ്യോ, അവിടെ ട്രിപ്പ് ഉണ്ട്, ഡീസൽ തീരല്ല. പിന്നെ അവിടെ ട്രിപ്പ് ഉണ്ട്, അത് കിട്ടുമല്ലോ നമുക്ക് നോക്കാം. ചിലപ്പോ ഈ വണ്ടിക്കാരൻ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നോക്കാം. അതായത് 9 മണി കഴിഞ്ഞ് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. നടക്കൂല പരിപാടി എന്ന് കരുതിയിട്ടല്ല, നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. നാട്ടിൽ നിന്ന് ഒരു ലോക്കൽ നമുക്ക് എടുക്കാണ്ട്. നമ്മള് അങ്ങാടിക്ക് എത്തിയിട്ടൊരു 5 മിനിറ്റ് ആയപ്പോഴാണ് ഈ ഒരു കോൾ വന്നത്. ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ വൈകിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് എടുത്തുകൊണ്ടാണ് പോരായിരുന്നു. അപ്പൊ നമുക്ക് ഒറ്റ എണ്ണ ചെലവിന് പരിപാടി തീർന്നു. പറഞ്ഞല്ല, ഇങ്ങനെയൊക്കെ തന്നെ ഇതിന്റെ കഥ. കിട്ടിയേക്കണ് 30 രൂപ. അത് അവൻ കുറച്ചും കൂടി നടന്നു വന്ന് പിന്നെ ഇവിടെ കൊണ്ടുവന്നു വിട്ടു. അതിൽ 30 രൂപന്റെ വകുപ്പുള്ളൂ. അപ്പൊ അത് 30 രൂപ വാങ്ങി. ഇനി അടുത്തത് നോക്കാൻ പറ്റും. ഫസ്റ്റിൽ തന്നെ നമുക്ക് ഫോൺ ട്രിപ്പിലാണ് അടിച്ചത്. എന്നാലും ഫോൺ ട്രിപ്പാണ് നമുക്ക് എന്ത് വരേണ്ടത്. ഇന്ന് ലൈനില് കുറവായിരിക്കും. അങ്ങനത്തെ ദിവസങ്ങൾ നമുക്ക് ഫോണിക്ക് വരണം നല്ല രീതിയിൽ. നേരത്തെ നിർത്തിയ പോലെ തന്നെ കേട്ടോ. ഞാൻ പോകുന്ന പോയിന്റ് ഈ ഒരു പോയിന്റ് തന്നെയാണ്. ഞാൻ ഇപ്പൊ വന്ന് നിർത്തുന്ന പോയിന്റ് ഈ ഒരു പോയിന്റ്. 4-മത്തെ വണ്ടി, 4-മത്തല്ല, 4-മത്തെ വണ്ടി. 9:25. ഞാനങ്ങനെ 2-മത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് ലൈനിൽ കയറി ഇപ്പോൾ ഫസ്റ്റ് ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഗ്യാപ്പിൽ നിന്നൊരു പറച്ചിൽ തന്നെ ഉള്ളൂ. മുൻതൂക്കമൊന്നുമില്ല. ബാക്കത്തെ ആൾക്കാരൊക്കെ പോകും, ഒക്കെ ചെയ്യും. എന്താന്ന് പറയും ഞങ്ങൾ. ബാക്കത്തെ വണ്ടിക്കാരൻ ഇവിടുന്ന് ട്രിപ്പ് എടുത്താൽ എൻ്റെ നേരെ ബാക്കിലുള്ള ആൾ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ മാന്തെന്ന് പറയും. അപ്പോൾ മാന്ത സാധ്യത ഉണ്ട്. ആളുകൾ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ഇന്നിപ്പോൾ ഞാൻ അത്ര വലിയ പ്രതീക്ഷയോടെ വന്നതൊന്നുമല്ല. നമ്മൾ ഇന്ന് ഇറങ്ങുന്നത് പോലെ ഇറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങി നോക്കാം നമുക്ക് എവിടേക്കാണ് നമുക്കുള്ള ട്രിപ്പ്. ഇതൊരു 100 രൂപയുടെ ട്രിപ്പാണെങ്കിൽ തകർത്തേനെ. ട്രിപ്പ് ഫസ്റ്റ് ഗ്യാപ്പിൽ 5 മിനിറ്റ് ആയിട്ടോ ഒരു ട്രിപ്പ് വന്നേന്നേ. അപ്പം എൻ്റെ ബാക്കത്തെ വണ്ടിക്കാരൻ ആ ട്രിപ്പ് കൈക്കിലാക്കിയിടേ. നമുക്കുള്ളത് ഡേറ്റിനുള്ളൂ. ഒരു അങ്ങാടിക്കട എത്തിയിട്ടില്ലേ, എപ്പോഴെത്താവോ. ഏതായാലും ചെങ്ങന്മാരപ്പം നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടിട്ടോ. ട്രിപ്പ് കിട്ടുകയെന്ന് പറഞ്ഞാല് സംഭരസ. അയ്യോ, കുറച്ചു നേരം ഇരുന്നിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ട്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9:55 നമുക്ക് കിട്ടിയ ട്രിപ്പാണ്. ഇപ്പൊ ട്രിപ്പ് കഴിഞ്ഞു, 9:55 കഴിഞ്ഞു. അപ്പോൾ ഇവിടേക്ക് ഞങ്ങള് അങ്ങാടിയിൽ നിന്നും വണ്ടൂർ ടൗണിൽ നിന്നും ഇവിടേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 3 കിലോമീറ്ററും 200 മീറ്ററുമാണ്. അതിന് നമ്മൾക്ക് 70 രൂപ, 68 രൂപ എന്താ വില. നമ്മളിതിനെ ഒരു സ്റ്റേജ് കണക്കാക്കിയിട്ട് 70 രൂപ അങ്ങനെയാണ് വാങ്ങിക്കാറ്. അപ്പൊ ആ 70 കിട്ടി. ഇനി നമ്മൾക്ക് വീണ്ടും അടുത്തൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോയി നോക്കാം. ഇതാണ് വാണിയമ്പലം ടൗണാണ്. വാണിയമ്പലം ടൗണ് മെയിൻ റോഡല്ല, മെയിൻ റോഡ് തന്നെയാണിത്. ഇത് താളിയംകുണ്ട് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. താളിയംകുണ്ട് തുമ്പൂര് ഒക്കെ കണക്ട് ചെയ്യുന്ന റോഡാണ്. ഇതാണ് മെയിൻ റോഡ്. ഇത് നമ്മുടെ വണ്ടൂര് കാളികാവ് റോഡ്. വണ്ടൂരിൽ നിന്ന് കാളികാവിലേക്ക് പോകുന്ന റോഡ്. ഈ വാണിയമ്പലം വണ്ടൂർ എന്ന് പറയുന്നത് വേറെ പറയാനൊന്നുമില്ല. രണ്ടും ഒരേ ടൗണായി മാറും ഭാവിയിൽ. ഒരൊറ്റ ടൗണായിട്ട് മാറും. കാരണം എന്താ വെച്ചാല്
ടൗണിന്റെ വളർച്ച അങ്ങനെയാണ്. രണ്ട് ടൗണിലും ഈ റോട്ടിനാണ് വളർച്ച ഉള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടൂർ ഭാഗത്തേക്കും വണ്ടൂരിൽ ഈ ഒരു കളിക്കാവ് ഭാഗത്തേക്കും വാണിപുരം ഭാഗത്തേക്കും ആണ് ടൗണുകളുടെ വളർന്നു വരുന്നത്. അതായത് ബിൽഡിങ്ങിന്റെ എണ്ണൊക്കെ കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും രണ്ട് തലയും കൂട്ടിമുട്ടാം. അതിനിടയിൽ ഒരുപാട് സ്ഥലപ്പേരുകളുണ്ട്, ചെറിയ സ്ഥലങ്ങളുണ്ട്. അതായത് കൂരിക്കുണ്ട്, അത് കഴിഞ്ഞിട്ട് പുളിശ്ശേരി, അത് കഴിഞ്ഞിട്ട് കുറ്റി, അത് കഴിഞ്ഞിട്ട് താഴെ കുറ്റി, അത് കഴിഞ്ഞിട്ട് പിന്നെ വാണിയമ്പലം. അങ്ങനെ ഇടയിലിടയിൽ ചെറിയ സ്ഥലപ്പേരുകളും ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ വണ്ടിയിൽ എണ്ണയില്ലല്ലോ, നമുക്ക് ഡീസൽ കുറച്ച് 250 റുപ്യക്ക് ഡീസൽ ചാമ്പ. പിന്നെ പമ്പക്ക് 250 റുപ്യന്റെ ഡീസലിന് വേണ്ടിയിട്ട് ഞാൻ കയറ്റുവാണ്. ഒരു 250. നമുക്ക് ഇവിടെ വരെ ആരെയും കിട്ടിയില്ല കേട്ടോ. ഒരു 10 രൂപ പോലും മടക്കം കിട്ടിയില്ല. നമ്മൾ എണ്ണ അടിച്ചാനെ പോകുന്നല്ലാതെ ആരെയും കിട്ടിയില്ല. സങ്കടപ്പെടേണ്ട, ടൈം ഉണ്ടല്ലോ നമുക്ക്. ഈ ട്രിപ്പിൽ അല്ലെങ്കിൽ അടുത്ത ട്രിപ്പിലൊക്കെ ആയിട്ട് കിട്ടും, ഉറപ്പല്ലേ? എന്തായാലും കിട്ടുമല്ലോ അല്ലേ? എല്ലാരും ഇവിടെ ചെയ്യുന്നു. ഇവിടെ 10 മണിയായി, 10:02 ആയി. തള്ളടാ വണ്ടി അല്ലടാ, അതൊക്കെയാണ്. അപ്പൊ തള്ളിലാണ് കേട്ടാ, തള്ളിലാ. നേരത്തെ ട്രിപ്പ് ആയിട്ട് ഇതുവരെ കിട്ടിയില്ല. അടുത്തൊരു ട്രിപ്പ് കുറച്ചേരം എടായി പോയിക്കാം. എടായി പട്ടി പിടിക്കാൻ മണിയേട്ടനെ കണ്ടോ ഫോണുമ്മ കളിച്ചിരിക്കാം. മണിയേട്ട് വണ്ടി തള്ളാൻ പോലും മറന്നു പോവാണ്. അതാണ് അവസ്ഥ. വേല ചെയ്തട്ടെ, ഇതാ നമ്മളുടേതാ ഇവിടെ. നമ്മൾ വണ്ടിയിൽ ഇരുന്ന് കുറേ ചടച്ച് കഴിഞ്ഞാൽ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇത്. വണ്ടിയിൽ ഇരുന്ന് കിടക്കുക, മൊബൈലുമ്മ കളിച്ച് കിടക്കുക. കാരണം എന്താ വെച്ചാൽ മൊബൈലുമ്മക്ക് എത്ര ഒരു പരിധിയില്ലേ. അധികം നേരം മൊബൈലിൽ നോക്കണമെന്ന് വലിയ ഇഷ്ടമല്ല. അപ്പം പിന്നെ ഞാൻ ഇവിടെ ഇടയിലൊക്കെ വന്നു നോക്കും, അല്ലെങ്കിൽ ഇവരുടെ ആരുടെയും വണ്ടിയിൽ പോയിരിക്കും. അപ്പോൾ തൽക്കാലം ആരും വണ്ടിയിൽ ഇരിക്കണല്ലോ. ഒന്ന് രക്തോട്ടം വേണ്ടേ, വണ്ടിയിൽ തന്നെ ഉത്തർന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ സമയം എത്രയായി അറിയാമെങ്കിൽ 10:30. അങ്ങനെ വേലേതേട്ടന് ട്രിപ്പ് കിട്ടി. നേരത്തെ പോലെ അല്ല കേട്ടോ. വണ്ടികൾ നമ്മൾ വന്നപ്പോൾ വണ്ടികൾ വളരെ കുറവായിരുന്നു. ഒരു 5-6 വണ്ടി അത്ര അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയൊന്നല്ല. അപ്പോൾ ധാരാളം വണ്ടികളുണ്ട്. ഇതിലൊരു പരസ്യ വണ്ടി പോകുന്നുണ്ട്, പരസ്യ വണ്ടി. ഇപ്പോൾ ഏതാണ്ട് ഒരു 10-14 വണ്ടികൾ ആയിട്ടുണ്ട്. മണിയേട്ടൻ വീണ്ടും സ്റ്റക്കായി കിടക്കുകയാണ്. അല്ല ഉണ്ടോ ഈ കളിയിലുണ്ടോ? ഓണം അങ്ങനെ കളിച്ച വണ്ടിയല്ലാതെ തള്ളി സെക്കൻഡ് ഗ്യാപ്പിൽ എത്തിയത്. അപ്പോഴാണ് നമ്മുടെ ഫോണിലേക്ക് ഒരു ട്രിപ്പ് വന്നത്. വീടിന്റെ അടുത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ്, എന്താ പറയാ. അപ്പൊ അവരുടെ ട്രിപ്പ്, അവർക്ക് എവിടുക്ക പോകണം, നാട്ടിലേക്ക് വരുമോ ചോദിച്ചു. പിന്നെ നാട്ടിലേക്ക് പോയി നോക്കാം. സംഗതി കമ്പനി ട്രിപ്പായിരുന്നു. കമ്പനി ട്രിപ്പ് സമയം 12:30. ഇനി ചോർന്നിട്ട് പോയല്ലേ. എന്തോ ഒരു ഇതുണ്ടല്ലോ. അല്ല പോയപ്പോ ഒരാളും കൂടി ഇല്ലേന്നോ. അച്ചമ്മ പീടിയിൽ ഇറങ്ങി കണക്ക് മുട്ടായ കടിച്ചിനോ? ഞാനേ ഇനി ചോറിന്നിട്ടൊക്കെ പോകണുള്ളൂ. 1 മണി ആകാനായില്ല. 1 മണിക്ക് ചോറിന്നിട്ട് അവിടെ ഇറങ്ങാം. ഇനിയിപ്പോൾ പോയാൽ ഞാൻ എന്തേലൊക്കെ തിന്നിട്ടുണ്ട്. അത് പിന്നാലെ കൂടി തല്ലുന്നത്. വാതിൽ അച്ചമ്മ കൊണ്ടിട്ടുണ്ട്. എനിക്ക് എന്താ പഴമാണ് പോലോ, പഴം. എനിക്ക് പഴമല്ല ഇഷ്ടം. മുട്ടായി വേണ്ട. മുട്ടായി ഇവിടെ തന്നെ ഉണ്ട് കുറേ. ഇവിടെ കുറേ മുട്ടായി ഉണ്ട്. ഉണ്ട് ഒക്കെ ഒരു മുട്ടായി കൊടുത്താ. ഇന്നലെ കൊടുത്തതിൽ ഒന്ന് തരാട്ടോ. ഒന്ന് പോരെ? ഒന്ന് കാണണ്ട. അപ്പൊ ചോറൊക്കെ ഇട്ടിട്ട് 1 മണിക്ക് ഇറങ്ങും. ഞാൻ 1 മണിക്ക് ഇറങ്ങിയിരിക്കും. ഈ നേരം വരെ നമ്മള് കട്ടപ്പുക ഓട്ടായിരുന്നു. കാരണം ഒരുപാട് സമയം ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് കമ്പനി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തു. അതാ സംഭവിച്ച്. ചേങ്ങന്മാരെ ഞാൻ എന്നാൽ ചോറൊക്കെ തിന്നിട്ട് പോവരുത്. അപ്പോൾ സമയം 12:35. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള നമ്മളുടെ ഒരു ഏട്ടുണ്ട്. അത് ഞാൻ വിളിച്ചിട്ടുണ്ട്. അവർക്ക് എന്താ ഓഡിറ്റോറിയത്തിൽ പോകാൻ കല്യാണം. ഇവിടെ ഇവർക്ക് എന്തുണ്ട് 2 കൊല്ലൊക്കെ
നല്ല ഇറക്കമായതുകൊണ്ട് ഇവിടുന്ന് വണ്ടി പോവാൻ സാധ്യത ഉണ്ട്. അപ്പം അവരൊന്ന് കൊണ്ടുപോട്ടോ. അപ്പൊ ചെങ്ങന്മാരെ നമ്മളൊരു ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു വന്നിരുന്നത്. അതൊരു 40 രൂപ അത് കിട്ടി. അങ്ങനെയെങ്കിലും ഇപ്പൊ നമ്മൾ അങ്ങാടിയിലാണ്. 1 മണിക്ക് 10 മിനിറ്റ് ആണ് ഉള്ളത്. എന്താ സ്റ്റാൻഡത്തെ ഒരു അവസ്ഥ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് തീരുമാനം എടുക്കാം. ഈ കിടക്കുന്ന ഫ്രണ്ട് ഫസ്റ്റ് ഗ്യാപ്പ് കിടക്കുന്ന വണ്ടി ഉണ്ടല്ലോ, അതായത് ഇവിടെ നമ്മളെ സ്റ്റാൻഡ് സ്റ്റാർട്ട് ആവണം. ഈ ഫസ്റ്റ് ഗ്യാപ്പ് കിടക്കുന്ന വണ്ടി ഞാൻ പോകുമ്പോഴും അവിടെ തന്നെയാണ്. വലിയൊരു ഓളം കാണാനല്ല. അപ്പൊ നമ്മള് നേരെ പോയി ഭക്ഷണം കഴിക്കാം. 1 മണിയായല്ലോ. ഞാനിന്ന് 10 മണിക്കൊന്നും കഴിച്ചില്ല. രാവിലെ 2 അപ്പം കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചില്ല. പിന്നെ ഞാനിപ്പോ അമ്മ കുറച്ച് മൈസൂർ പഴം വാങ്ങിയായിരുന്നു, അത് കഴിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല. ഇന്ന് ഞായറാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ചെക്കന്മാരുണ്ട്. എല്ലാരും തോട്ടിലും പാടത്തൊക്കെ ആയിട്ട് വികസിച്ച് കിടക്കുവാണ്. അതൊക്കെ അതുകൊണ്ട് കണ്ടത്തിലെ മീൻ പിടിച്ചോ, കണ്ടം മീൻ പിടിച്ച മത്തൻ്റെ ഇല്ല, ഇത് മത്തിയ അയിലക്കറി, അയില പൊരിച്ചതുണ്ട്. പച്ചോറുണ്ട്, പോരളിയാ അല്ലേ. ടൊമാറ്റോ ആണ്, വണ്ടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതും വണ്ടിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് പക്ഷെ എൻ്റെ തന്നെയാണ് കേട്ടോ, ഞാൻ വാങ്ങിയതാ. പോട്ടെ, 3 ഉണ്ട്. നേരത്തെ ഞങ്ങളെ അമ്മയും വല്യമ്മയൊക്കെ ആയിട്ട് ഞങ്ങളൊരു സ്ഥലം വരെ നമ്മുടെ കുടുംബത്തിലൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയതായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട്. എങ്കിൽ ഈ തക്കാളി ചാടിയത് നമ്മൾ കണ്ടില്ല. ഞാൻ എന്തായാലും ഇറങ്ങണം. ഉച്ചയ്ക്ക് ശേഷമല്ലേ നമ്മളുടെ കളി കളിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇറങ്ങണം. ഒരു 11:45 നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു 12ാമത്തെ വണ്ടിയാണ്. 12ാമത്തെ വണ്ടിയാണ് നിർത്തിയാണ്. ആരും വണ്ടിയിൽ നിന്നൊന്നും പുറത്തിറങ്ങണില്ല. എല്ലാവരും മൊബൈലിലാണ്. ഇവിടെ ഒരാഴ്ച നല്ല മഴയായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് അതിനും കണ്ട് നല്ല വെയിലുള്ളൊരു ദിവസമാണ്. നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നും ഇല്ലാത്ത ഒരു കാലാവസ്ഥയാണ്. വണ്ടി തള്ളാനായി. എല്ലാവരും ഈ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വന്നവരാവാൻ കൂടുതൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നവരുണ്ടാവാം. ഭക്ഷണം കഴിച്ച് എന്നെപ്പോലെ വന്നവരൊക്കെ ആണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ മൊബൈലിൽ തന്നെ ഒരു റെസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണം കഴിച്ച ഉടനെ എന്താ പറയുക, പുറത്തിറങ്ങി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ലല്ലോ, നമുക്ക് ഇരിക്കാനല്ലേ തോന്നുന്നു. ചെങ്ങന്മാരെ നമ്മൾക്ക് അധികം വഴുകാതെ ഒരു 2:10 ഒരു ലോക്കൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ലോക്കൽ ഇങ്ങനെ കൊണ്ടുവിട്ട് വീണ്ടും സ്റ്റാൻഡിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു ട്രിപ്പില് ഒരു രസകരമായ സംഭവമാണ്. ഒരു ബായി ആയിരുന്നു വണ്ടി വിളിച്ചിട്ട് 30 റുപ്യ പോയിന്റ്. 30 റുപ്യല്ല, നമ്മളെ മിനിമം ചാർജിന്റെ ഉള്ളിൽ വരുന്ന, അതായത് 1.5 കിലോമീറ്ററിനുള്ളിൽ വരുന്ന ട്രിപ്പ്. അപ്പൊ ബായിന്റെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ 30 രൂപ വാങ്ങി. 100 റുപ്യ തന്നത്, ഞാൻ 70 രൂപ ബാക്കി കൊടുത്തു. ബായി കൊണ്ട് കാത്തിക്ക. ഞാൻ പറഞ്ഞ 30 റുപ്യാണ് 100 റുപ്യാണ്. അതിന് ബായി തർക്കിച്ച് നമ്മളോട്. തർക്കിക്കാന്ന് പറഞ്ഞാല് അല്ല 10 റുപ്യ ഉള്ളൂ, 10 റുപ്യ. അപ്പൊ അദ്ദേഹം ഇവിടുന്ന് വണ്ടി ഒരു മടക്കം വണ്ടിയിൽ കയറിയിട്ടുണ്ടാവും. റിട്ടേൺ പോകുന്ന വണ്ടിയിൽ കയറുമ്പോ 10 റുപ്യ ഉള്ളൂ. അങ്ങനെ പോയാണ്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടാവാം. അതുകൊണ്ടാവാ തെറ്റിദ്ധാരണ വന്നത്. പക്ഷേങ്കിൽ ഇവരുടെ നാട്ടില് ഇവരുടെ ഓട്ടോ ചാർജ് എന്ന് പറഞ്ഞാല് അത് പുറത്ത് പോയവർക്ക് അറിയാം. അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയവർക്ക് അറിയാം, അവിടുന്ന് ഓട്ടോ വിളിച്ചവർക്ക് അറിയാം. ഒരു 100 മീറ്റർ പോയാൽ വരെ 100 രൂപ വാങ്ങിക്കവർ. ആ സ്ഥാനത്ത് നമ്മൾ അവരെ കൊണ്ടൊരു 10 കിലോമീറ്റർ ഒക്കെ പോയാണ്ടല്ലോ, നമ്മൾ അടപ്പൂര് വരും. അതാണ് ഓരോ നാട്ടിലെ വാടക എന്ന് പറയുന്നത്. അവിടെ മിനിമം ചാർജ് എന്നുള്ള സംഭവം തന്നെ ഇല്ല. ഒന്ന് കയറി ഇറങ്ങിയ അപ്പൊ 50 റുപ്യ അല്ലെങ്കിൽ 70 റുപ്യ ഇതൊക്കെയാണ് ഒരു തൊള്ളയിൽ വരുള്ളൂ. ആ നാട്ടിൽ നിന്ന് വന്നാണ്ട് നമ്മുടെ നാട്ടില് ഒരു ഓട്ടോ വിളിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഇങ്ങനെയാണ്. നമ്മളിവിടെ റേറ്റ് കുറവാണെന്നും കൃത്യമായ ചാർജ് വാങ്ങുള്ളൂ എന്നും ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവര് പരമാവധി വില പേശുകയൊക്കെ ചെയ്യണം. അവരുടെ നാട്ടിലൊക്കെ വില പേശിയാണ്ടൊക്കെ കുറക്കുന്നുണ്ടാവാം. ആ ഒരു പരിപാടി ഇവിടെ ചെയ്യും. പക്ഷേ ഇവിടെ ആരും കുറച്ച് കൊടുക്കൂല എന്ന് പറഞ്ഞാൽ വില പേശിയിട്ട് കാര്യമില്ല. ഇവിടെ നമുക്കൊരു കൃത്യമായ ചാർജ് നമ്മൾ വാങ്ങുന്നുള്ളൂ, എക്സ്ട്രാ ചാർജ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഒരു അനുഭവം, അത് രസമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാല് നമ്മൾ ഒരു ദിവസം കാണുന്ന പല ആളുകളുണ്ടല്ലോ, പല തരത്തിലുള്ള ആളുകളാണ്. അതിലെത്രത്തോളം നന്മ നിറഞ്ഞ മനസ്സിലുള്ള ആളുകളുണ്ടെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ ഒരു ഫീൽഡിന്റെ പ്രത്യേകത. ഓട്ടോ ഡ്രൈവർമാരെല്ലാവരും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. അതും കുറെ കേടുള്ള ഭാഗമുണ്ട്. ഒരു 70 രൂപയുടെ ട്രിപ്പ് നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടാ. അതായത് ആ ബായിനെ കൊണ്ട് വിട്ടിട്ടേ അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡിൽ ഇങ്ങനെ തള്ളി മുന്നിക്കെത്തി ഒരു 70 രൂപ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ സമയം
2:35 2:35. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ 2 ട്രിപ്പ് എടുത്ത് ഒരു 70 ഒരു 30. പോരല്ലോ അല്ലേ? പോരാ. പക്ഷേ നമ്മള് ഇന്നത്തെ ദിവസം നമ്മൾ ഏതായാലും ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമുക്ക് തന്നെ ഒരു ഉറപ്പുള്ളത് കൊണ്ട് വലിയ പ്രശ്നമല്ല. എന്തായാലും നമുക്കൊരു 200ന്റെ ട്രിപ്പ് ഒരു 5 മണിയാകുമ്പോഴേക്കും അടിക്കും. ഒരു 200 രൂപ ഒരു 5 മണിന്റെ മുമ്പ്. എന്നാ നമ്മളിന്ന് രക്ഷപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾക്കൊന്ന് രക്ഷപ്പെടാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാവും. 5 മണിക്ക് ഇനിയിപ്പോ അധികം ടൈമില്ല. 2.5 മണിക്കൂറും കൂടെ ഉള്ളൂ. 2.5 മണിക്കൂറിനുള്ളിൽ നമ്മൾക്കൊരു 200 രൂപയുടെ ട്രിപ്പ്, അല്ലെങ്കിൽ 200 രൂപ ആവാം. ഒന്നില്ലെങ്കിൽ 200 രൂപയുടെ ഒറ്റ ട്രിപ്പ് കിട്ടണം, അല്ലെങ്കിൽ 200 രൂപ ആവണം. ഇതിൽ ഏതാ നടക്കുക എന്നറിയില്ല. ആ സൈഡിൽ കണ്ടോ നമ്മളുടെ ബാരിക്കേഡ്, അല്ലെങ്കിൽ ആ കമ്പി വെച്ചിട്ടില്ല അതിന്റെ ചോട്ടില് പെയിന്റ് അടിക്കണം. ഈ ഭാഗത്തൊക്കെ പെയിന്റ് അടിച്ച കാരണം പറയാൻ പോകും. ആ പെയിന്റ് ഒക്കെ പോയി കറുത്ത് നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് പെയിന്റ് ഒക്കെ അടിക്കുന്നുണ്ടാവും. ടൗൺ ഒന്നും കൂടി വൃത്തിയോടുകൂടി കാണാൻ വേണ്ടി പറ്റും. ഈ ചപ്പ് ചാവറുകളൊക്കെ സൈഡിൽ നിന്ന് പോയാലും ഇത്തരം പെയിന്റ് കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോഴേ ഒന്നും കൂടി രസമാണ് ടൗണ് കാണാൻ. റോഡ് കാണാനൊരു ഭംഗിയായി. ഈ കണ്ടോ ഈ ഒരു പായല് പൂപ്പല് ഇതൊക്കെ കളഞ്ഞിട്ട് അവിടെ ഇങ്ങനെ വൈറ്റ് വന്ന് പിന്നെ ഒരു ബ്ലാക്ക് ലൈന് വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പൊ അതവർ ചെയ്യുന്നുണ്ട്. ഭംഗിയാവും, ഉഷാറാവും. പക്ഷെ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കൊണ്ട് വലിയ ഗുണം കിട്ടുമെന്ന് അറിയും. എന്തായാലും ചെയ്യുന്നത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത് അങ്ങനെയാണല്ലോ. പ്രതീക്ഷ ഒരു 200 രൂപയുടെ ട്രിപ്പായിരുന്നു. പക്ഷെ കിട്ടിയത് ഒരു 30 രൂപയുടെ ട്രിപ്പും. പക്ഷെ കുഴപ്പമില്ല. ഞാനിന്ന് മഴ ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ല. നല്ല വരവ് വരുന്നുണ്ട് കേട്ടോ. മഴ നല്ല വരവ് വരുന്നുണ്ട്. ഏത് നിമിഷവും പെയ്യും. ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലേക്ക് ഉള്ള ട്രിപ്പായിരുന്നു. ഇതൊക്കെ നല്ല പാടശേഖരമാണ്. അതായത് കഴിഞ്ഞ തെങ്ങ്, അതുപോലെ വാഴ, ചേമ്പ്, ചേന, അത്തരം സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ കൃഷി ചെയ്യുന്ന ഒരു ഏരിയയാണ്. അത് നമ്മുടെ ഇവിടെ പൊതുവെ അങ്ങനെയൊക്കെയാണ്. ഒരു വാഴ നട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ചോട്ടിൽ കുറച്ച് കുറച്ച് ചേമ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു തെങ്ങ് 4 തെങ്ങ് കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വരമ്പ് കൂടെ കുറച്ച് ചേന ഉണ്ടാവാം. വാഴ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും, ചതുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് നമ്മളതിൻ്റെ ഉള്ള അധികം കൃഷികളൊക്കെ. ചെങ്ങന്മാരെ 4 മണിക്ക് 5 മിനിറ്റ് സ്റ്റാൻഡിൽ കിടന്ന് നോക്കിയാലേ ഒരു വിജനമാണ്. ഒരു മനുഷ്യന്മാരെ അവിടെ നിന്ന് വരാല്ല എന്നുള്ള മൈൻഡാ. പക്ഷെ എന്തായാലും 4 മണിക്ക് 5 മിനിറ്റ് നമ്മൾ പറഞ്ഞ ആ സമയത്തേക്ക് ഞാൻ ആകെ 1 മണിക്കൂർ 5 മിനിറ്റേ ഉള്ളൂ. 200 റുപ്യ ട്രിപ്പ് കിട്ടൂലേ? വെയിറ്റിംഗ് ആണ്. ഈ ട്രിപ്പ് നോക്കാം നമുക്ക്. ഏതായാലും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് MTS എന്ന് പറയുന്ന ബസ് അതാ പോകുന്നു. സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു. എന്തൊക്കെയായാലും നമുക്ക് നേരത്തെ ഞാൻ എവിടേക്കാണോ വന്നത് അവിടേക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും വന്നത്. നേരത്തെ ഞാൻ വന്നത് മരക്കലംകുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പൊ വന്നത് മരക്കലംകുന്ന് എന്ന് പറയുന്ന സ്ഥലം. ഞങ്ങൾ അവിടെ ഇതുപോലത്തെ റോഡുകൾ 3 കേട്ടോ. അതായത് പാടത്തിന്റെ നടുവിൽ കൂടെ അങ്ങനെ പോകുന്നത് നല്ല രസാ. അപ്പോ അത് 30 രൂപ കറക്റ്റ് 30. അയ്യോ 1.5 കിലോമീറ്റർ 1.400 കറക്റ്റ്. ഞങ്ങളുടെ ബൈപ്പാസാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കണം. വണ്ടികളെ ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത തെറ്റില്ലാത്ത രീതിയിൽ വരെ പാസ്സാവും. ഹൈക്കൈക്കാൻ നമ്മൾ കയറി ചെന്ന് കൊടുക്കാം. അപ്പൊ 4:15 4:15 കഴിഞ്ഞു. ഇനിയിപ്പോ 5 മണിക്കും എല്ലാ സമയമൊന്നുമില്ല. ഞാൻ 5 മണിയൊക്കെ ഉള്ള കാരണം എന്താ വെച്ചാൽ എനിക്കൊന്ന് വണ്ടി നേരത്തെ സൈഡാക്കണം. നേരത്തെ സൈഡാക്കിട്ടേ വണ്ടി ഒന്ന് കഴുകുക പോകണം. ആഴ്ചയിൽ 1 വട്ടമാണ് ഞാൻ ഇപ്പൊ കഴുകല്. അത് ഞായറാഴ്ച വരുമ്പോഴാണ്. ഇന്ന് കഴുകിയില്ലെങ്കിൽ പിന്നെ അത് അടുത്ത ആഴ്ചയ്ക്ക് പോകും. ഒരാഴ്ചത്തെ ചളി വണ്ടിമ്മ കിടക്കുന്നുണ്ട്. അപ്പോ വണ്ടി വേഗം. ഞായറാഴ്ച ആയതുകൊണ്ടും ഈ സമയമായതുകൊണ്ടാണോ അറിയില്ല, വണ്ടി വളരെയധികം കുറവാണ്. അതന്നെ ഒരു ലക്കാട്ട. നമ്മൾ തള്ളിക്കൊണ്ടൊക്കെ തന്നെയാണ്. നമ്മുടെ ഇവിടെ തള്ള നല്ല സുഖം. നല്ല നിരന്ന റോഡാണ്, അതുകൊണ്ട് വണ്ടി തള്ളാൻ സുഖമാണ്. മക്കളെ ബസ് സ്റ്റാൻഡിനകത്താണുള്ളത്. സ്റ്റാൻഡിനകത്തൊക്കെ ആളുകൾ കുറവാണ്, ബസ്സുകൾ കുറവാണ്, എല്ലാം കുറവാണ്. പല ഷട്ടറുകളും താഴ്ന്നു കിടക്കുവാണ്. ഏതായാലും 30 റുപ്യ, അത് 30 റുപ്യന്റെ ട്രിപ്പിന് വേണ്ടിയിട്ടാണ് പോയത്. കുഴപ്പമില്ല, ഇനി അടുത്ത് നോക്കാം. സംഭവം 5 മണിയായി. അപ്പൊ നമ്മളുടെ ആ ഒരു എന്താ പറയാ 200ന്റെ ടൈം കഴിയും.
ഇനിയിപ്പോ നമുക്ക് 200 കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ 200 ടൈം ഇല്ല നമ്മളെ മുന്നിൽ. ഇനിയിപ്പോ ഒരു 2 മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ ഞാൻ പോകും. അത്രേ ഉള്ളൂ. ഒരു 5 മണി ആയില്ല. ഞാൻ പോയി ആദ്യം ചായ കുടിക്കട്ടെ. നല്ലൊരു ചായക്ക് കൂടി അവിടെ ഒരു മഴയും കൂടി പെയ്തപ്പോൾ പിന്നെ മാത്രല്ല നമ്മൾ 1:45 സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ ഭക്ഷണം കഴിച്ചിട്ട്. ഞാൻ 1:15 എന്റെ ഭക്ഷണം കഴിക്കലിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ വിശക്കെന്ന് പറഞ്ഞാൽ ഇളം വിശപ്പ് ഒരു ചായക്കൊക്കെ പൂതിയാവുക. അങ്ങനെയെങ്കിൽ ഇന്ന് ചപ്പാത്തി കമ്പനി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് ആണ് ചാവില്ല. ഒരു കാലി പൊറാട്ട അന്വേഷിക്കണം. ഇവിടെ താഴത്തെ ടീമുണ്ട്, ഈ ആടുണ്ട്. അതേ നമ്പർ ഉണ്ടാവുമല്ലോ, അത് പോയി നോക്കി. ഓരോ ഉള്ളു ഇവിടെ, വേറെ ടീമില്ല. ഓരോട് അന്വേഷിച്ചാൽ തന്നെ ഉണ്ടെങ്കിൽ ഇവിടെ വണ്ടൂരുണ്ടെങ്കിൽ നമുക്ക് അറിയാം. കച്ചവടക്കാരാ ആ ഭാഗത്തൊക്കെ ഉണ്ടാവാം. വണ്ടൂര് വരല്ലേ ഉള്ളൂ. എന്നാ പിന്നെ വേറെ ചെറിയ ടീംസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ മാതിരി വലിയ നമ്പറില്ല. കച്ചവടക്കാർക്ക് നല്ല പൈസ ഓരോ ലാഭം കൂട്ടിട്ട് നോക്കുള്ളൂ. പാർട്ടിക്കാരാകുമ്പോ അതേപോലെ പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടിക്കുമ്പോഴേ. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് അപ്പുറത്തെ ഇപ്പത്തെ ലൈനിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ ചിലപ്പോ അവിടെ വലിയൊരു ഒരുപാടില്ല. ഇവിടെ അത് ഇറക്കില്ല. ഇവിടെ ഇറക്കത്തര തിയേറ്ററിന് നേരെ മുന്നിൽ. വണ്ടി കച്ചവടമാണ്. പക്ഷേങ്കിൽ വലിയ വണ്ടിയൊന്നും ഒഴിക്കുവാണ്ട്. വലിയ വണ്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് പറഞ്ഞത്. വലിയ വണ്ടി പറഞ്ഞാൽ ആപ്പാക്കല്ലേ പൈസ കിട്ടുന്നത്. അതേ പിന്നെ അവിടെ ഈ ആടുണ്ട്, അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. പൊറാട്ട ടേസ്റ്റ് ഇതിപ്പോ ഒന്നുമില്ല കേട്ടോ, കറിയൊന്നുമില്ല. ഇത് ഇങ്ങനെ ചുറ്റി കുറിച്ച് തിന്നാം. മക്കളെ 6 മണിയായി. ഇവിടെ ആള് റോട്ട് കിടക്കണ നോക്കി നിങ്ങൾ. എന്താ തലൊക്കെ വെച്ച് തലൊക്കെ തത്തി റെങ്കിലുള്ള കടത്താണ്. അപ്പൊ സേഫാക്കുള്ള. അപ്പൊ ഞാന് ഇപ്പൊ ഉള്ളത് 2 കിലോമീറ്റർ അകലെ, അതായത് ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഒരു 2 കിലോമീറ്റർ അകലെ ഒരു 40 രൂപ ട്രിപ്പ് പോകുന്നതാണ്. ഇന്നത്തെ നമ്മളുടെ പ്രതീക്ഷകൾ അവസാനിച്ചു കിട്ടാം. വലിയ കിട്ടണ ഓടാൻ തന്നെ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസത്തിനോട് എന്റെ വണ്ടൂർ ടൗണ് വിട വാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങളും വാങ്ങി പോകുന്ന ഒരു കാഴ്ച. അതുപോലെ തന്നെ ഓണൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ചില ആളുകളൊക്കെ നല്ല രീതിയിൽ പർച്ചേസിംഗ് ഒക്കെ നടത്തി പോകുന്ന കാഴ്ച ഉണ്ട്. ഓണത്തിന് ഇനിയും ടൈമുണ്ടല്ലോ, എങ്കിൽ പർച്ചേസിംഗ് തുടങ്ങിയിട്ടുണ്ടോ ഉണ്ടോ അറിയില്ല. പക്ഷേങ്കിൽ ഞങ്ങളുടെ ഇവിടെ ഓണം അത്ര വലിയ സീസൺ അല്ല കേട്ടോ. പിന്നെ നമ്മുടെ സാറ് നിയന്ത്രിക്കുന്നുണ്ട് ട്രാഫിക്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം നമ്മൾ പാലിക്കണം. നമ്മുടെ ലൈന് വിട്ടു നമുക്ക് പോവാം. നമുക്ക് പോവാണെങ്കിൽ ഈ ഒരു കാറും കൂടി പോട്ടെ. ഈ ഒരു കാറും പോയി അദ്ദേഹം നമുക്ക് ചവിട്ടി തന്നു. താങ്ക് യു. ആ ഓട്ടോറിക്ഷക്കാരൻ നമുക്ക് ചവിട്ടി തന്നു. അപ്പൊ നമ്മുടെ ലൈനിൽ നമ്മുടെ കാടികാറോട്ടുള്ള സ്റ്റാൻഡിലേക്ക് പോലും കയറാൻ പറ്റാത്ത അത്ര കണ്ട് ലൈനായി. പക്ഷെങ്കിൽ ബസ് ഉണ്ടാ ഇനിയിപ്പോ ഇവിടെ കുറച്ച് വണ്ടികൾ സ്റ്റോർ ആവും. പണ്ട് കാര്യല്ല, അവരിപ്പോ ഈ ബ്ലോക്ക് തീരട്ടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ആ ബസ് ഇറങ്ങുന്ന കാരണം. ഇപ്പൊ ഇവിടെ ഒക്കെ ലോക്കായി. നമുക്ക് സ്റ്റാൻഡിൽ കയറേണ്ടത് അവിടെയാണ്. പക്ഷെങ്കിൽ കുറച്ചുകൂടി മുമ്പിലോട്ട് പോയിട്ട് ഈ ലൈനിൽ കയറാം. കാരണം എന്താ വെച്ചാല് ആളുകൾക്ക് ഇതൊക്കെ ഒരു ഞങ്ങളവിടെ പറയും പിരാക്കുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല നമ്മളിങ്ങനെ ഇടയിൽ കയറുന്നത്. പിന്നെ ഇപ്പൊ നിവർത്തികേടുകൊണ്ട് കയറുന്നതിനുള്ളൂ. അതന്നല്ല ഇപ്പൊ ഈ ബസ് പണി എടുക്കുന്ന ആൾക്കാരൊക്കെ അവസ്ഥ. അതായത് അവരൊക്കെ എന്തൊക്കെ പറയുന്ന ആളുകൾ എങ്ങനെയൊക്കെ ഒന്ന് ലൈനിൽ കയറിയാൽ മതി. അപ്പൊ ആ ലൈനിൽ ലൂസായി ബ്ലോക്ക് വന്നാ വെറുപ്പാണ്. 6:25 മക്കളെ, 6:25 ലൈനിൽ നിന്നപ്പോ നമ്മളുടെ നാടിനടുത്തുള്ളൊരു ഇക്ക നമ്മളെ വിളിച്ചതാണ്. ഒരു 50 രൂപ പോയിന്റ് ഒക്കെ ആയിരുന്നു. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ്, 6:25 സ്ഥിതിക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പോകേണ്ടത് അങ്ങാടിക്ക്. അതായത് എന്താ പറയാ, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ സൈഡാക്കണം കരുതിയതാണ്. പക്ഷെ ഇന്നാണെങ്കിൽ ഓടിയിട്ടില്ല. ഓട്ടം മോശമായതുകൊണ്ട് നമുക്ക് പിന്നെ വണ്ടി കഴുകാനുള്ള ഇറങ്ങും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല.
ഇരുടായി, സൂര്യൻ അസ്തമിച്ചു മക്കളെ, സൂര്യൻ അസ്തമിച്ചു. എന്തായാലും നമുക്ക് ഒന്നുകൂടി പോയോക്കാം, ഒരു ലോക്കൽ കൂടി എടുത്തിട്ട് നമുക്ക് ഇന്ന് പോരാ. എന്തായാലും നമ്മളുടെ ഒരു സ്ഥിരം ട്രിപ്പ് ഉണ്ട് രാത്രിയിൽ, അതുണ്ടാവില്ല. ഈ റോഡ് ഉണ്ടാവും, ഇതേ കോറി വേസ്റ്റ് ഇട്ടു. കോറി വേസ്റ്റ് ഇട്ടപ്പോ കുറച്ചുകൂടി ടൈറ്റ് ആയി ഇതിലെ പോവാൻ. അപ്പൊ ചെങ്ങന്മാരെ, നമ്മള് ഇവിടെ വന്നിട്ട് നമ്മൾക്ക് ഒരു ലോക്കൽ കൂടി കിട്ടിയിട്ടോ. അങ്ങാടിക്ക് എത്തിയിട്ട് 7:30 സമയമായി. പക്ഷേങ്കില് കഥയിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. ഒരു 9 മണി വരെ എന്തായാലും നമ്മൾ അങ്ങാടിയിൽ നിൽക്കേണ്ടി വരും. ഞാൻ സ്ഥിരമായിട്ട് കൊണ്ടുവിടുന്ന ട്രിപ്പ് ഉണ്ട് ഞാൻ പറയല്ലേ. അപ്പൊ ആ ട്രിപ്പ് ഉണ്ട്, അപ്പൊ അവരെ കൊണ്ടുവിടണം. അത് 200 രൂപയുടെ ട്രിപ്പാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും 9 മണി വരെ നിൽക്കണം. മറ്റു ഞാൻ പോയിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് അതിനായിട്ട് ഇറങ്ങണം. വണ്ടി കൈകരി പരിപാടിയൊക്കെ രാവിലേക്ക് മാറ്റാം. നാളെ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റാൽ നമുക്ക് അത്തരം പണികളൊക്കെ എടുക്കാം. എന്താ സംഭവിച്ചു വെച്ചാല് 9 മണിയായി. പക്ഷെ എങ്കിൽ ലാസ്റ്റ് ടൈം വെച്ച് ആ സ്ഥിരം ട്രിപ്പ് ഇല്ലാന്ന് പറഞ്ഞു. അവര് വേറെ വണ്ടിക്ക് വരാന്ന് പറഞ്ഞു. വേറെ വണ്ടിക്ക് പൊക്കോളാമെന്ന്. നമുക്കിപ്പോ എതിർക്കാനൊന്നും വേണ്ടി പറ്റൂല. നമ്മൾ വയസ്സായിട്ട് അത് അങ്ങനെയാണ് സംഭവിക്കുക. അങ്ങനെ സംഭവിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ഞാൻ അവിടുത്തെ ഒരു ഇത്ര നേരമായപ്പോഴേ ഞാൻ നേരത്തെ തന്നെ ചോദിക്കണം കരുതിയിരുന്നു, ഉറപ്പുണ്ടോ ഇല്ല എന്നുള്ളത്. ശരിയാ ചോദിച്ചില്ല. ഇപ്പൊ എന്തൊക്കെ ഒപ്പടി വരെ നിൽക്കാന്ന് കരുതി. ഇപ്പൊ ചോദിക്കുമ്പോ അവര് പറയണത് എങ്ങനെയാണ്. പിന്നെ നമ്മള് റിട്ടേൺ വീട്ടിലേക്ക് പോവാം. പോണ വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, കുറച്ച് വെളിച്ചെണ്ണ കിട്ടണം, പിന്നെ പഴം കിട്ടണം, രാവിലെ പുട്ടാണെന്ന് പറഞ്ഞു. അത്ര സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്കാണ്. നല്ല മഴയാണ്, നല്ല മഴ. ഞാന് ഗഫ്രാട്ടാന്റെ വീടൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് പഴം കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാം. എന്തൊരു മഴ, എന്തൊരു മഴ. എവിടെ ഹായ് ഓയ് എങ്ങനെ മുട്ടിയൊക്കെ കെട്ടിക്കണേ? മുട്ടിയൊക്കെ എങ്ങനെ കെട്ടിക്കണ? ഇതെന്താ കോലുമുടിയാ? എന്ത് സംഭവം? എന്ത് സംഭവം? മുണ്ടാട്ടല്ലോ. എന്താ പറയേ, ഞാൻ കേക്കട്ടെ. ആരാ കാട്ടിയേ? പയം വേണ്ടേ? പിന്നെന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ആര് കുയിന്താട്ടിക്ക? എന്താ സംഭവം? എന്നോടൊന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലല്ല. ഇല്ല. പിന്നെ ഇന്ന് നമ്മൾ ഓടിയത് ഞാൻ 650 റുപ്യൊക്കെ നോട്ടുള്ളൂ. ഞായറാഴ്ച എല്ലാം പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ മോശമാണ്. അപ്പം പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ നടത്തുന്നോട്ട് നാളെ വരാം. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. ഒരു ഗുഡ് നൈറ്റ് പറയണ്ടോ? ഇല്ലേ? പറഞ്ഞോളാ. എനിക്ക് മുട്ടായി ഒന്നും ഞങ്ങൾക്ക് കിട്ടൂല കേട്ടോ. അല്ലെങ്കിൽ ഒരു ഉമ്മ കൊടുത്തോ? വേണ്ട. എന്താ ആര്യ മഴ പെയ്യുണ്ടെന്നൊക്കെ ഉറപ്പടെ വിളിച്ചിട്ടുള്ളല്ലേ ചേച്ചി? ആയിക്കോട്ടെ.